രാത്രിയാണ് സ്വാമിക്ക് നേരെ വധശ്രമം ഉണ്ടായത്. കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ആശ്രമം വിട്ടു പോകണമെന്നാവശ്യപ്പെട്ട് കമ്പ് കൊണ്ട് മർദ്ദിച്ചതായും സ്വാമിയുടെ പരാതിയിൽ പറയുന്നു. പോലീസ് എത്തിയാണ് സ്വാമിയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാമാനന്ദ ഭാരതി സ്വാമികൾ അടുത്ത മഠാധിപതിയാകുന്നതുമായി ബന്ധപ്പെട്ട വിരോധമാണ് ആക്രമണ കാരണമെന്ന് പരാതിയിൽ പറയുന്നു. കണ്ണാടി തട്ടി കളഞ്ഞ് മുളകൊടിയാണ് എറിഞ്ഞിട്ട് കൊങ്ങായിക്ക് കൊടുത്ത് ഇത്തിരി പിടിച്ചോണ്ടിരുന്നു. ഇതുവരെ നീ പോലീസിൽ പറഞ്ഞ നിന്നെ കൊല്ലും, നീ ആശ്രമം വിട്ട് പോകണം. ആശ്രമത്തിലെ മറ്റു സ്വാമിമാരും രാമാനന്ദ സ്വാമിയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ജീവന് ഭീഷണിയുണ്ടെന്ന് കാട്ടി കോടതിയിൽ നിന്ന് പോലീസ് സംരക്ഷണം നേടിയിരുന്നു. അതിനിടെയാണ് ആക്രമണമുണ്ടായത്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സ്വാമിയെ സന്ദർശിച്ചു. എന്താ ക്വാളിഫിക്കേഷൻ? ഗായത്രി മന്ത്രം അറിയാമോ? ഗായത്രി മന്ത്രം ഒന്ന് പറയാമോ? പറയണമല്ലോ. ഒരു സന്യാസി മിനിമം ഗായത്രി മന്ത്രം പറയണമല്ലോ. ആരോട്? പോലീസുകാരോട് പറഞ്ഞാൽ മതി. സ്വാമി ആക്രമിച്ച സംഭവമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പുഴുക്കുത്തുകളെയും അതിനകത്ത് പുറത്താക്കി. ഒരാളെ കോടതി നിർദ്ദേശിച്ച 3 പേരാണ്. ഈ 2 സ്വാമിമാരും, പിന്നെ മാനേജരും, പിന്നെ വരുന്ന പണിക്കാർ, വെളിയിൽ നിന്ന് വരുന്ന പണിക്കാർ. യവന്മാരെയൊന്നും പണിക്കാരായിട്ട് നിയമി സ്വാമി എണ്ണീറ്റിരിക്കാൻ വയ്യ. സ്വാമി നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും. അദ്ദേഹത്തിന്റെ നില വളരെ വീക്കാണ്. അദ്ദേഹത്തിന്റെ നില. തുടർ ചികിത്സയ്ക്കായി രാമാനന്ദ സ്വാമികളെ കൊല്ലം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.